Hi my dear friends, ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ UPSC എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ IASന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് PSC നേടാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ PSC നേടാൻ വേണ്ടി അവർ അതിൻ്റെ കൂടെ PSC എളുപ്പമാവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത്തരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് UPSC പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പഠനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് PSCയും സുഖസുന്ദരമായിട്ട് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ UPSC പഠിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും PSCയോ മറ്റു റെയിൽവേ IB തുടങ്ങിയ എക്സാമുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ധാരാളം ആളുകൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് മുഹമ്മദ് ശിഹാബ്. 2011 സിവിൽ സർവീസ് IAS നേടിയ മുഹമ്മദ് ശിഹാബ്. അദ്ദേഹം സിവിൽ സർവീസ് നേടുന്ന സമയത്ത് അദ്ദേഹത്തിന് 40 പോസ്റ്റുകൾ അദ്ദേഹം PSC ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ആളുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ PSCയിലേറെ നമുക്ക് IB, ഹൈക്കോർട്ട്, മറ്റുള്ള SSC ധാരാളം എക്സാമുകൾ സുഖസുന്ദരമായിട്ട് UPSC പഠിക്കുന്ന ആളുകൾക്ക് നല്ല ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ടാണ് നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ നേടിയെടുക്കാൻ വേണ്ടി ആ സമയത്ത് ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ അഡീഷണലായിട്ട് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൽ UPSC നമുക്കറിയാം, UPSC സിലബസും UPSC എക്സാമും PSC എക്സാമുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ കൂടുതലായിട്ടും UPSC ഫാക്റ്റ് ഓറിയൻറ്റഡിൽ അപ്പുറം ഒരു അനാലിസിസ് ലെവലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് UPSCയിലുള്ളത്. ധാരാളം കാര്യങ്ങൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കോണമി ആയാലും മറ്റുള്ള കറണ്ട് അഫയേഴ്സ് ധാരാളം കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നല്ല GK നമ്മളുടേത് ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇത് UPSC ഓറിയൻറ്റഡും UPSC സിലബസ് ഓറിയൻറ്റഡും ആയിരിക്കും എല്ലാവരും പഠിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് PSC നേടണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ചില മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടതുള്ളത് എന്നുള്ളതാണ് ആ 5 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു GK ബുക്സ് അല്ലെങ്കിൽ ഫാക്ട്സ് ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി പഠിക്കുന്ന ആളാണെങ്കിൽ ഹിസ്റ്ററി UPSCക്കുള്ള ഒരു കോൺസെപ്റ്റൽ നോളജ് ആണെങ്കിൽ PSC കൂടുതലായി ചോദിക്കുന്നത് നിങ്ങളുടെ ഫാക്റ്റുകളാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ നോട്ട്സ് മേക്കിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ഫാക്ട്സുകളുടെ ഒരു നോട്ട്സ് ഉണ്ടാക്കാവുന്നതാണ്. ഓൾറെഡി UPSC നമുക്ക് ഗുണം ചെയ്യും. പല സമയത്തും ഡാറ്റകളൊക്കെ എഴുതി ചേർക്കാൻ വേണ്ടിയും ഫാക്റ്റുകൾ എഴുതി ചേർക്കാൻ ഗുണം ചെയ്യും. എന്നാൽ അതേ സമയത്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് PSCക്ക് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണോ അതിൽ കുറച്ച് ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു നോട്ട്സ് നിങ്ങൾക്ക് PSCക്ക് വേണ്ടി നിങ്ങൾ കൂടെ തയ്യാറാക്കാം, UPSCയുടെ നോട്ട്സ് അല്ലാതെ. അപ്പോൾ ഈ സമയത്ത് അതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, PSC എങ്ങനെയാണ് ചോദിക്കുന്നത്, PSC സിലബസ് എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് PSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ PSC ആണോ അല്ലെങ്കിൽ SSC ആണോ IB ആണോ ഏത് എക്സാമാണ് നേരിടുന്നതെങ്കിലും ആ എക്സാമുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് PSC ചോദിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേ സാധനം UPSCയിൽ പഠിക്കുമ്പം ഇതാണ് നമ്മൾ ഫാക്ട്സ് ബുക്കിലേക്ക്, നമ്മളുടെ GK ബുക്കിലേക്ക് എഴുതി ചേർക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങളൊരു ഫാക്ട്സ് ബുക്ക് ഉണ്ടാക്കുക, രണ്ടാമതായിട്ട് ഒരു രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ എക്സാമും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകൾക്കും സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ UPSC വേണ്ടി പഠിക്കുമ്പോൾ PSC എക്സാമുകൾ ഒരിക്കലും അപ്ലൈ ചെയ്യാത്തൊരവസ്ഥ വരും. നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്യുക, ഒന്ന് പോയി എഴുതുക, അത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് അത് ആ എക്സാമിൽ ആ ജോലിക്ക് നിങ്ങൾ പോകണം നിർബന്ധമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാൻ അതെന്ത് ചെയ്യും, നല്ല ഉപകാരം ചെയ്യും. അപ്പോൾ മാക്സിമം എക്സാമുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾ നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി UPSC കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഈ എക്സാം എന്ത് ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ 4 കാര്യങ്ങൾ. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി UPSCൻ്റെ ബുക്കിൻ്റെ കൂടെ നിങ്ങൾ ഏത് SSC ആയാലും PSC ആയാലും ഏതെങ്കിലും ഒരു PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന ബുക്കായാലും നമ്മൾ പഠിക്കുന്ന GK ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു നല്ലൊരു കോർഡിനേഷനിൽ, നല്ലൊരു ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഒരു ഒറ്റ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ
നിങ്ങളുടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് UPSCക്ക് തന്നെയാണ്. നിങ്ങളുടെ IAS സ്റ്റഡിക്കും IPSന് വേണ്ടിയുള്ള ഈ സിവിൽ സർവീസിന് വേണ്ടി തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു ബുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അതിന് വേണ്ടി ഒരു ഒറ്റ ബുക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കുറച്ച് എഫേർട്ട് ഇതിനു വേണ്ടി എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് പോലത്തെ ആളുകൾക്ക് 40 പോസ്റ്റുകളും അതിൽ 10, 20, 30 പോസ്റ്റ് നേടിയ ധാരാളം ആളുകളുണ്ട് സിവിൽ സർവീസ് നേടുന്ന സമയത്ത്. അത്തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്കും നേടാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും സിവിൽ സർവീസ് തന്നെ കിട്ടട്ടെ, അതിൻ്റെ കൂടെ ധാരാളം പോസ്റ്റുകളും കിട്ടി നമ്മളെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന രീതിയിലേക്ക് നാം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ഗുഡ് ബൈ.